ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നെഹ്മദുഹു സല്ലു അലാ ರಸೂಲ್ ಕರೀಂ. ವೇದಿಕೆ ಮೇಲೆ ಆಸೀನರಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಸಾದಾತಿಗಳೇ, ಉಲ್ಮಾಗಳೇ, ಉಳ್ಳಾಳ್ ದರ್ಗಾ ಕಮಿಟಿಯ ಹೊಸ ಅಧ್ಯಕ್ಷರೇ, ಮಾಶಾ ಅಲ್ಲಾ ಚಾರ್ಜ್ ತಗೊಂಡದ ಹೊಸರಲ್ಲೇ ಭಾರಿ ಭಂಗಿಯಾಗಿ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಈ ಉರ್ಸನ್ನ ನಡೆಸ್ಕೊಂಡು ಬಂದಿದ್ದಾರೆ. ಎಲ್ಲರನ್ನು ಒಗ್ಗೂಡಿಸಿ, ಅಫ್ಕೋರ್ಸ್ UT ಖಾದರ್ ಅವರ ಕ್ಷೇತ್ರ ಇದು. ತಾಜುಲ್ ಉಲ್ಮಾ ಖದ್ದಸಲ್ಲಾಹು ಸಿರ್ರುಲ್ ಅಜೀಜ್ ಯಾರನ್ನ ನಾವು ಜೀವದಕ್ಕಿಂತ ಜಾಸ್ತಿ ಸ್ನೇಹ ಮಾಡ್ತಾ ಇದ್ವೋ, ಇವತ್ತು ನನ್ನ ಸೌಭಾಗ್ಯ ഗുരുവാರದ ದಿವಸ ಉಪವಾಸ വ്യാഴ്ച നോമ്പ് താജുൽ ഉൽമ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് നോമ്പ് തുറന്ന് താജുൽ ഉൽമാന്റെ മക്കളെ കൂടെ നിസ്കരിച്ച് കൂറത്തങ്ങള മോന് ഇമാമത്തിൽ നിന്ന് ഈനാക്കാട്ടി വലിയ ഭാഗ്യം ഏതാ വേണ്ടേ? കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയാൽ എത്ര സന്തോഷാവോ അത്ര 10 ഇരട്ടി സന്തോഷം ഇന്ന് എനിക്കായിട്ടുണ്ട്. അൽഹംദുലില്ലാ. കാരണം ഇന്ന് ഉലമാക്കളതാ, നാളെ രാഷ്ട്രീയക്കാരെ പരിപാടിയാണ്. ഇന്ന് ഇവർക്ക് തൊടുമ്പോ ഒസു വേണം, നാളെ അവർക്ക് തൊട്ടാ ഒസു മുറിയൂ. ഉള്ളാളം ദർഗാ കമ്മിറ്റിക്കാര് വളരെ നല്ലോണം ഇന്ന് ഇതും നാളെ അതും പ്രസിഡന്റിന് സമ്മതിക്കണം. അൽഹംദുലില്ലാ. എനിക്ക് UT ഖാദറിനോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മോനെ, അല്ലാഹു തആല ഒരു അവകാശം കൊടുത്തിട്ടുണ്ട്. ഈ അവകാശം ഉപയോഗപ്പെടുത്തി ഉള്ളാളം ദക്ഷിണ കർണാടകത്തിന്റെ, ദക്ഷിണ ഭാരതത്തിന്റെ ഏറ്റവും വലിയ യാത്രാ സ്ഥലമാകണം ഇത്. ഇവിടെ നല്ല ഒരു പള്ളി, നല്ല കോളേജ്, ഒരു മെഡിക്കൽ കോളേജും കൂടി. കാരണം ഇന്ന് മോനെ UT ഖാദർ സ്പീക്കറാ. മെഡിക്കൽ കോളേജ് എടുക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല, ആസ്പത്രി ഇവിടെ ഉണ്ട്. ഈ കോളേജിന്റെ ആശ്രയത്തിൽ തന്നെ നല്ല ഒരു മെഡിക്കൽ കോളേജും കൂടി എടുക്കണം. അതിന് സിദ്ധരാമയ്യക്ക് കാരണം എന്തെല്ലാം പറയണോ അത് പറയാനുള്ള അധികാരം ആ സ്ഥലത്തുണ്ട്. എല്ലാരും BJP-ക്കാരും കോൺഗ്രസ്സുകാരും എണീച്ചപാട് സഭാപതികളെ, സന്മാന്യരെ എന്ന് പറയുന്ന ഭാഗ്യം അല്ലാഹു തആല ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗ്യം ഇനി വെറുതെ പോകാൻ വിടണ്ട. 3 കൊല്ലം തീർന്നു പോകും. ഈ 3 കൊല്ലത്തിന്റെ ഉള്ളിൽ നല്ലൊരു മെഡിക്കൽ കോളേജ് ഉള്ളടത്ത്. കാരണം ഇവിടെ ദർസുകള്, പണ്ഡിതന്മാര്, മഹാന്മാര് എല്ലാം കുറെ മഹാന്മാര് വന്നു പോയ സ്ഥലമാണിത്. എന്റെ ഷേഖ് മടൂർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസിന്റെ ഷേഖ് അവരെ മുഖാമ കൂടി ഇവിടെ ഉണ്ട്. അതേപോലെ അതാ ഇവിടെ തന്നെ ഉണ്ട്. അതന്നെ മംഗലാപുരത്ത് ഇന്ന് മസ്താൻ മൗലാന്റെ കൂടി ഉർസ. ആ മസ്താൻ മൗലാന്റെ ഉർസിലും കൂടി പോയി, അവിടെയും സിയാറത്തായി. ഈ വലിയ ഭാഗ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാ മുത്താലിമുകളോട് ഇന്ന് വെറുതെ എടുക്കുന്നുണ്ട്. മക്കളെ ദീനുൽ ഇസ്ലാമിനെ മുറുക്കി പിടിക്കുക. ഇന്ന് ഇന്ത്യയിലുള്ള പരിസ്ഥിതിക്ക് ഇതിനെ എതിർക്കണമെങ്കിൽ രാഷ്ട്രീയക്കാരെ കൊണ്ട് എതിർക്കാൻ സാധിക്കില്ല, ഉലമാക്കളെ കൊണ്ട്, സാദാത്തുകളെ കൊണ്ട് മാത്രം ഇത് എതിർക്കാൻ സാധിക്കും. നിങ്ങൾ ദുആന്റെ ബർക്കത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യയിൽ ഹിന്ദു, മുസ്ലിമും, ക്രിസ്ത്യനും, സിഖും എല്ലാ ഉപ്പമ്മമാരെ മക്കളായി ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാരതത്തിലേക്ക് കൊണ്ടുവരട്ടെ. അതിന്റെ പണി ഇന്ന് ഉള്ളാൾ ദർഗാന്റെ ചെയർമാൻ വളരെ നല്ല മട്ടത്തിൽ. കാരണം ഇവരെടുത്താറ് 1 കോടി രൂപ ശമ്പളം കൊടുക്കാനുണ്ടായിട്ടില്ല. ഖാദറിനോട് പറഞ്ഞ് ഇത്ര തന്നെ, കഴിഞ്ഞ കമ്മിറ്റിന്റെ എല്ലാ അക്കൗണ്ട് ആഡിറ്റ് ആക്കണം. ആരാണ് തെറ്റ് ചെയ്ത് ഓൽക്ക് ശിക്ഷ കിട്ടണം, വിടാൻ പാടില്ല. ഇത് അള്ളാന്റെ പൈസയാണ്.
അതുകൊണ്ട് ഇപ്രാവശ്യം വഖഫ് ബോർഡില് ഖാജ ബന്ദനവാദ് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ സജ്ജാദ അലി അൽ ഹുസൈനിനെ ഇപ്രാവശ്യം കർണാടക സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ ചെയർമാനായി. ഒരു സാദാത്തിന്റെ മോന് ഇന്ന് കർണാടക സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ സന്ദർഭത്തിൽ കർണാടകത്തിലുള്ള എല്ലാ വഖഫ് ഇൻസ്റ്റിറ്റ്യൂഷന് നല്ല ശക്തിയിൽ വളരണം. അടുത്ത ബഡ്ജറ്റിൽ ചുരുങ്ങിയ ഒരു 10,000 കോടി രൂപ ഈ സമുദായത്തിലേക്ക് നമ്മൾ മേടിക്കണം. അതിനുള്ള എല്ലാം എനിക്ക് ജീവിതത്തിൽ ഒരു ആശയമില്ല, എല്ലാ ആശ തീർന്ന്. ഞാൻ മുകളിലും കണ്ട് താഴെയും കണ്ട്. പക്ഷെ ഇനി ഞാൻ 20 കൊല്ലം ഉണ്ടാവും, എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എന്താണെന്നറിയാം, ഞാൻ വാഗ്ദത്തം ചെയ്തത് അത് കൊടുക്കാണ്ട് പഠിച്ചോൻ വിളിക്കൂല. അള്ളാഹിനോട് ഇതന്നെ ഞാൻ പറഞ്ഞില്ലേ, പഠിച്ചോന്റെ ഞാൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അത് പൂർത്തിയാകുന്നവരെ എന്നെ വിളിക്കേണ്ട. കാരണം അവിടെ കുറെ ഹംകികളുണ്ട്, പിന്നെ എന്നെ അവിടെ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് അള്ളാഹിനോട് തഹജ്ജുദിൽ എണീച്ച് ദുആരക്കേണ്ട. അള്ളാഹു തആല ആ ദുആ സ്വീകരിച്ചിരുന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് ദർഗാ കമ്മിറ്റിക്കാരോട് പറയേണ്ടത്, ഖാദറിന് എല്ലാം ശക്തി കൊടുക്കുക. താജുൽ ഉലമാന്റെ ദുആ ഉണ്ട്. കാരണം താജുൽ ഉലമ ഖാദർ ബൈ ഇലക്ഷനിൽ നിൽക്കുമ്പോ നാറ്റിക്കല്ലോ അബൂബക്കറിനെ ഇവിടെ നിർത്തി. കുമാരസ്വാമി വന്ന് താജുൽ ഉലമ പറഞ്ഞ് പോടാ പോടാ പുറത്തു പോടാ. ആരാടാ ചീഫ് മിനിസ്റ്റർ? ഇവിടെ സമുദായത്തിന് രണ്ടാക്കാൻ പോകുന്നടാ. ഇവിടെ UT ഫരീദിന്റെ മോന് ഖാദർ മാത്രമേ ജയിക്കൂ, വേറെ ആർക്കും ജയിക്കാൻ പറ്റില്ല, പുറത്തു പോടാ എന്ന് പറഞ്ഞ താജുൽ ഉലമ ആ മഹാന്റെ ശിഷ്യന്മാരാണ് ഞങ്ങളെല്ലാം. അവരുടെ അടുത്താണ് നമ്മൾ ദീന് പഠിച്ചത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോരോ കുട്ടി താജുൽ ഉലമാന്റെ ആ ധൈര്യം, ഇതാ താജുൽ ഉലമാന്റെ മൂത്ത മോന് കൂറത്തങ്ങളെ മക്കള് ഇന്ന് അവിടെ ഒരു സിയാറത്തിന്റെ സ്ഥലമായി, ഇവിടെ ഒരു സിയാറത്തിന്റെ സ്ഥലമായി. എല്ലാം ബർക്കത്തുള്ള സ്ഥലം അല്ലാഹു തആല നമുക്ക് ഇന്ന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വിശദമായി ഞാൻ സംസാരിക്കുന്നില്ല. കാരണം പൊന്മള ഉസ്താദ് മാനവറുകൾ ഇരുന്നിട്ടുണ്ട്. അല്ലാഹു തആല അവർ ആരോഗ്യം ആയുസ്സും ഏറ്റുകൊടുക്കുമാറാകട്ടെ. നല്ല നല്ല എല്ലാം പോകുന്നതിന്റെ പകരം ആരും ഇപ്പൊ വരുന്നില്ല. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ വേദന. ഇന്ന് ഞാൻ 50 കൊല്ലമായി സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ വറക്കി പിടിച്ച് നടത്തുന്നുണ്ട്. AP തന്നെ, അത് ഏത് ലോകത്തിന്റെ ശക്തി വന്നാലും AP-നെ ഞങ്ങളെ വിട്ടിട്ടില്ല, ഞങ്ങളെ AP വിട്ടിട്ടില്ല. അത് ഏത് കാലത്തും ഞങ്ങൾ താജുൽ ഉലമ പറഞ്ഞത് ഹക്കാണെന്ന് വെച്ച് താജുൽ ഉലമാന്റെ കൂടെ നിൽക്കാനുള്ള ശക്തി അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും കൊടുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ ഉർസിന്റെ പരിപാടി നേരത്തെ തന്നെ ഉലമാക്കൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു ചെറിയ ഖാദിമായ ഒരു സ്ഥിതിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഷേഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറൽ അസീസ് മഹാന്റെ പേരുകൊണ്ട് ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിനെ ഓർമ്മിച്ചുകൊണ്ട് അല്ലാഹു തആല ഇത് താജുൽ ഉലമാനെ ഓർമ്മിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. ഈ പരിപാടി നല്ല സാംഗമായി നടക്കട്ടെ. നമ്മളെ ദർഗാ കമ്മിറ്റിന്റെ ചെയർമാൻക്ക് അല്ലാഹു തആല ശക്തി കൊടുക്കട്ടെ. കുറെ ആള് പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിൽക്ക്. നിങ്ങളെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.